വയനാട് അമരക്കുരിയിൽ നിന്ന് പിടികൂടിയ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നു. തുടർച്ചയായി ആടുകളെ പിടികൂടിയിരുന്ന കടുവയെ ദൗത്യം തുടങ്ങി 9ാം നാളാണ് കൂട്ടിലാക്കിയത്. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിറക്കിയത്. ഇതനുസരിച്ചാണ് അമരക്കുനിയിൽ നിന്ന് പിടികൂടിയ 8 വയസ്സുള്ള പെൺകടുവയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും, അതായത് ബത്തേരിയിലെ കുപ്പാടിയിൽ മൃഗസംരക്ഷണ, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള മൃഗസംരക്ഷണ കേന്ദ്രമുണ്ട്. അവിടെയാണ് കടുവയെ പരിപാലിച്ചിരുന്നത്. അവിടെ നിന്നുമാണ് ഇപ്പോൾ ഈ കടുവയെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് വൈത്തിരി കടന്നിരിക്കും എന്നുള്ളതാണ് കരുതുന്നത്. ഇതിനുശേഷം വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. തൃശ്ശൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പരിശോധന പലയിടങ്ങളിലും നടത്തുന്നുണ്ട്. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഒപ്പം തുടരുന്നുണ്ട്. കുപ്പാടി ഈ മൃഗപരിപാലന കേന്ദ്രത്തിൽ ശേഷിക്കുന്നത് ഇനി 7 കടുവകളാണ്. ഇതിലൊരു ആൺകടുവയെ കൂടി അയക്കുന്നുണ്ട് തിരുവനന്തപുരം മൃഗശാലയിലേക്ക്. അതായത് നേരത്തെ ഒരാളെ കൊന്ന ഒരു കടുവയാണ് നേരത്തെ. അത് മാനന്തവാടിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. തോമസ് എന്നയാളെ കൊലപ്പെടുത്തിയ ഒരു കടുവയാണ്. ആ കടുവ വനംവകുപ്പ് പിടികൂടി കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിലാണ് അതുള്ളത്. അതിനെ കൂടി അങ്ങോട്ടേക്ക് മാറ്റുകയാണ്. നിലവിൽ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇനി 6 കടുവകൾ കൂടി ഉണ്ടാകും. മൊത്തം 5 കടുവകളെ സംരക്ഷിക്കാനുള്ള ഉതകുന്ന വിധത്തിലുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ 6 കടുവകൾ ആകാൻ വേണ്ടി 6 കടുവകളാകുന്നത്. എന്തായാലും അങ്ങനെയാണ് ഒരവസ്ഥ. ഈ അമരക്കുരിയിൽ 9ാം നാളിലാണ് ഈ കടുവ പിടികൂടുന്നത്. ഈ ആട്ടിറച്ചി ആടുകളെ മാത്രം പിടികൂടി തിന്നുന്ന ഒരു കടുവയാണ് എന്നുള്ള പ്രത്യേകത കൊണ്ട് തന്നെ ആ കടുവ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. 9ാം നാളിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ കെണിവെച്ച് കൂടുവെച്ചെങ്കിലും പല തവണയായി ആടുകളെ കൊല്ലുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒടുവിലാണ് 9ാം നാളിലാണ് പിടിയിലായത്. എന്തായാലും ഇനി ഇവിടെ ഈ കാടുകളെ വിറപ്പിച്ച ഈ കടുവ, നാടിനെയും വിറപ്പിച്ച ഈ കടുവ തിരുവനന്തപുരം മൃഗശാലയിലാകും ഉണ്ടാവുക. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.